നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങൾ ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്ന ഇവരല്ലേ പറയുന്നത്? എന്താ തെളിവ്? തെളിവും സാക്ഷിയുണ്ട്. ഡോക്ടർ ഗബ്രിയേൽ. ചേട്ടന്മാരുടെ ഗ്യാസ് പോയി. 3 പെട്ട് നിൽക്കാം. 3 കത്രിക പോട്ടല്ലേ വീണിരിക്കുന്നേ. സർ, ഞങ്ങൾക്കിത് കേസാക്കാൻ താല്പര്യമില്ല. എന്റെ കുട്ടികളെ ഇവര് ശല്യം ചെയ്യില്ല എന്ന് ഉറപ്പ് കിട്ടിയ ഞാൻ പരാതി പിൻവലിക്കാം. ഇവരുമായി ഒരു ഇഷ്യൂ ഉണ്ടാവില്ലെന്ന് എഴുതി ഒപ്പുവെച്ചിട്ട് പൊയ്ക്കോ. അതാണ് നിങ്ങൾക്ക് നല്ലത്. എന്തു പറയുന്നു? നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ്. ഇരുകൂട്ടരെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചേക്ക്. ശരി സർ. മേഡത്തോട് എനിക്കൊരു കാര്യം സംസാരിക്കണം. ഒന്ന് വരാവോ? വരാം. ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ അപ്പുറത്തേക്ക് വാ. അതെ, നിങ്ങളെല്ലാരും അപ്പുറത്തേക്ക് വാ. തന്നെ ഫയലെടുത്തു. എടി, നീയൊക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. താൻ ഞങ്ങളെ ഒരു ചുക്കും ചെയ്യില്ല. ചെയ്ത് നോക്ക്, അപ്പ അറിയാം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാ എന്ത് സംഭവിക്കുന്ന ചേട്ടന്മാർക്ക് മനസ്സിലായല്ലോ. മല പോലെ ഉരുണ്ടു വന്നതാ പാവങ്ങൾ. ഇപ്പൊ എലിയെ പോലെ മാളത്തിൽ ഒളിക്കുന്ന സ്ഥിതിയായി. താൻ കൂടുതൽ ഫയർ ആവണ്ട. തന്റെ ഉദ്ദേശം എന്തായിരുന്നു ഞാൻ അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കിയതാ. ഇവളുടെ ദേഹത്ത് അനാവശ്യമായിട്ട് നിങ്ങൾ തൊട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥയല്ല, മറ്റൊരു സ്ഥിതി ഉണ്ടായേനെ. ഞങ്ങൾ ആരാണെന്ന് ചേട്ടന്മാർക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ലല്ലേ? 5 സുന്ദരികൾ ഫ്രം റോസ്മേരി ഹൗസ്. ഓർത്തു വെച്ചോ, വീണ്ടും കാണേണ്ടി വരും. വാടി. ആ കുട്ടികൾക്ക് ഇനി അവരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ സർ. അതുണ്ടാവില്ല മേഡം. അവരത്ര നല്ല ആളുകളായി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണല്ലോ എന്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ പട്ടാപ്പകൽ പിടിച്ചോണ്ട് പോയത്. അവരൊക്കെ പൊളിറ്റിക്കൽ പവറിൽ ഗിയറിട്ട് നടക്കുന്നവരാ. പവർ ഇല്ലാതാവുമ്പോ അവരെല്ലാം ഷെഡിലാവും. പക്ഷേ മേഡത്തിന്റെ ഹോസ്റ്റലിലെ ആ 5 പെൺകുട്ടികൾ അവരും അത്ര നല്ല ഗണത്തിൽപ്പെട്ടവരായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് സാറിന് തോന്നുന്നത്? എന്റെ ഹോസ്റ്റലിലാണ് അവര് താമസിക്കുന്നത്. അവര് സാർ ഉദ്ദേശിക്കുന്ന ഗണത്തിൽ പെടുന്നവരല്ല. അന്ന് മേഡം അവരുടെ വണ്ടി ഇറക്കി കൊടുത്തു. ഇപ്പോ അവർക്ക് വേണ്ടി പരാതിയുമായി വന്നിരിക്കുന്നു. ഇവറ്റകൾക്ക് വേണ്ടി മേഡം എന്ത് ചെയ്താലും തിരിച്ചവരിൽ നിന്ന് നല്ല പാരയല്ലാതെ വേറൊന്നും പ്രതീക്ഷിക്കണ്ട. മേഡം എന്തിനാ ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കുന്നത്? ഈ പ്രശ്നങ്ങളൊക്കെ അവരുടെ പാരന്റ്സ് അല്ലേ ഷോൾഡറിൽ എടുക്കേണ്ടത്? അവരുടെ പാരന്റ് ഇപ്പൊ ഞാനല്ലേ സർ? അപ്പൊ ഞാൻ തന്നെയല്ലേ അവരുടെ പ്രശ്നങ്ങൾ എന്റെ ഷോൾഡറിൽ ഏറ്റെടുക്കേണ്ടത്? മാഡം ആ പിള്ളേർക്ക് വേണ്ടി നടന്ന അവർ കൂടുതൽ വഷളാവേ ഉള്ളൂ. എന്റെ ഹോസ്റ്റലിനെ കുറിച്ചും അവിടെ താമസിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചും സാറിനൊന്നും അറിയില്ല. എന്നാ അവിടുത്തെ ഓരോ പെൺകുട്ടിയുടെയും ഉള്ളൊഴുക്കുകൾ അറിയുന്നവളാ ഞാൻ. സർ, അവിടെ താമസിക്കുന്ന പല പെൺകുട്ടികൾക്കും പാരന്റ്സ് ഒരു അലങ്കാരപദം മാത്രമാണ്. ഒരമ്മയുടെയോ അച്ഛന്റെയോ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ സ്നേഹവാത്സല്യങ്ങൾ കൊതിക്കുകയും എന്നാൽ അത് കിട്ടാതെ പോയ പിള്ളേരാ അവിടെയുള്ളത്. പല കുട്ടികളും ഒറ്റപ്പെട്ടിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കാരണം ചോദിക്കാറില്ല. ചോദിക്കാതെ തന്നെ എനിക്കറിയാം അവരുടെ നെഞ്ചിൽ നീറുന്ന വേദനകൾ എന്താണെന്ന്. അവർക്ക് സാറ് പറയുന്ന പോലെ പ്രശ്നക്കാർ ആകുന്നെങ്കിൽ അതവരുടെ സാഹചര്യങ്ങളാണ് സർ. രാത്രികളിൽ പല കുട്ടികളും കരഞ്ഞുറങ്ങുന്നത് എനിക്ക് കേൾക്കാം. ഒരമ്മയുടെ സ്നേഹവും കരുതലും എന്നിൽ നിന്നെങ്കിലും അവർക്ക് കിട്ടാതെ പോകരുത്. അവരൊക്കെ എന്തായി തീരുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാ എനിക്ക് അവരുടെ അമ്മയായി നിൽക്കേണ്ടി വരുന്നത്. അതൊരു ഹോസ്റ്റലല്ല സർ, വീടാണ്. അവിടെ താമസിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എനിക്കും. കുറെ പെൺകുട്ടികൾക്ക് കാവലിരിക്കേണ്ട ഒരമ്മയായി പോയി ഞാൻ. ഹോസ്റ്റലിനകത്ത് ഞാൻ അവരെ വഴക്ക് പറയും,
ശാസിക്കും, ശിക്ഷിക്കും. വീടുകളിലും അങ്ങനെ തന്നെയല്ലേ സർ? പക്ഷെ ഹോസ്റ്റലിന് പുറത്ത് എന്റെ കുട്ടികളെ ആരെങ്കിലും തൊട്ടാ ഞാനത് നോക്കി നിൽക്കില്ല.